എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് ഇപ്പോൾ അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിന് കീഴിൽ RRB വഴി ഇന്ത്യൻ റെയിൽവേയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 1 വരെ നീട്ടിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേക്കൻസി വരുന്നത് ആകെ 32,438 വേക്കൻസിയുണ്ട്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും ഏജിൽ ഇളവ് വരുന്നുണ്ട്. ശമ്പളം എത്രയാണെന്ന് നോക്കാം. തുടക്ക ശമ്പളം 18,000 മുതലാണ്. റെയിൽവേയുടെ കീഴിൽ സ്ഥിരജോലിയാണ് വരുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നവർ ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം. ഫൈനൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ടൊരു ഫോൺ നമ്പരും ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. തസ്തികകൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷനും നോക്കാം. പോസ്റ്റുകൾ വരുന്നത് അസിസ്റ്റൻറ്റ് S&T, അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ്, അസിസ്റ്റൻറ്റ് കാരിയേജ് ആൻഡ് വാഗൺ, അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ്, അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ, അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, അസിസ്റ്റൻറ്റ് PWay, അസിസ്റ്റൻറ്റ് TL ആൻഡ് AC വർക്ക്ഷോപ്പ്, അസിസ്റ്റൻറ്റ് TL ആൻഡ് AC, അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീൻ, അസിസ്റ്റൻറ്റ് TRD, പോയിൻറ്റ്സ്മാൻ B, ട്രാക്ക് മെയിൻറ്റെയിനർ 4. ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അവസരമുള്ളത്. ഈ എല്ലാ പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10th പാസ് ഓർ ITI ഓർ ഇക്വലൻറ്റ് ഓർ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഗ്രാൻറ്റഡ് ബൈ NCVT ആണ് വേണ്ടത്. അതായത് ഒന്നുകിൽ 10ാം ക്ലാസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ITI ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി അപേക്ഷിക്കാനായിട്ട് എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറി OBC കാറ്റഗറി ആണെങ്കിൽ 500 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 400 രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST കാറ്റഗറി ആണെങ്കിലും എക്സാം ഫീസ് 250 രൂപയാണ്. എക്സാം അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ടും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ SC/ST OBC EWS കാറ്റഗറിയൊക്കെ ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. PWBD കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. ആദ്യം വരുന്നത് എക്സാമാണ്. സബ്ജക്ട്സ് നോക്കാം. ജനറൽ സയൻസ് 25 മാർക്കിന്, മാത്തമാറ്റിക്സ് 25 മാർക്കിന്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് 30 മാർക്കിന്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന്. ടോട്ടൽ 100 ക്വസ്റ്റ്യനാണ് വരുന്നത്. നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. എക്സാമിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് വരുന്നത് 2 മിനിറ്റിൽ 100 മീറ്റർ 35 kg വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം. കൂടാതെ റേസ് വരുന്നുണ്ട്. 4 minutes 15 seconds 1000 മീറ്റർ റേസ് ആണ് വരുന്നത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2 minutes 20 kg വെയിറ്റ് ആണ് ലിഫ്റ്റ് ചെയ്ത് ക്യാരി ചെയ്യേണ്ടത്. റേസ് വരുന്നത് 5 minutes 40 seconds 1000 മീറ്റർ റേസ് ആണ് വരുന്നത്. ഈ ടെസ്റ്റ് ക്വാളിഫൈ ആവേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട്. ഫൈനലായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഇവിടെ ഓരോ വേക്കൻസിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേക്കൻസി അനുസരിച്ച് ഏത് RRB ആണെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ഓരോ RRBയുടെയും RRCയുടെയും വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങോട്ടാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൈറ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓരോ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേക്കൻസി അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. RRB ഗ്രൂപ്പ് D നോട്ടിഫിക്കേഷനാണ്. താല്പര്യമുള്ളവർക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ സ്ഥിരജോലിയാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 1 ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.